ബിഗ് ബോസ് മലയാളം സീസൺ 7 എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആദില നൂറ ഇവർ രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് അവിടെ കളിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമേ അല്ല. രണ്ടുപേരും ഒരുമിച്ച് കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൂറയാണെങ്കിലും ശരി, ഇന്നേ വരെ ആദിലയെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ആദിലയാണെങ്കിൽ നൂറയെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അത് സ്വന്തം ആരോ ആണ് എന്നുള്ളത് കൊണ്ടല്ലേ അവർ ചെയ്യാത്തത്. അത് മാത്രമല്ല, ആണല്ലോ രണ്ടുപേരും ഒരേ കപ്പിൾസാണ്. ശരിക്കും അവരെ രണ്ട് കണ്ടസ്റ്റൻസ് ആക്കാൻ പാടില്ലായിരുന്നു. അവർ രണ്ടുപേരും ഒറ്റൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത് എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിരുന്നപ്പോൾ നല്ല രീതിക്ക് തന്നെയായിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നൂറ കുറച്ച് ഡൗൺ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ നൂറ ശരിക്കും ആദില കാരണം ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും അങ്ങോട്ട് ടാസ്കിലൊന്നും ഭയങ്കര ഉഷാറായിട്ട് വരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും അവരെ രണ്ട് മത്സരാർത്ഥികളാക്കിയതിൽ എന്താണ് പ്രയോജനം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരിപ്പോഴും ഒരുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും ഗ്രൂപ്പിസായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ അതിൽ അനുമോളും കൂടി ചേർന്നിട്ടുണ്ട് എന്നതാണ് എൻ്റെ സങ്കടം. ഒന്നില്ലെങ്കിൽ ആദിലയെ ഔട്ടാക്കണം, എങ്കിൽ മാത്രമേ നൂറ നന്നായി കളിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരെയും ഒരു മത്സരാർത്ഥിയായിട്ട് പരിഗണിക്കണം. മുൻപായിരുന്നെങ്കിൽ അനുമോള് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു ഗ്രൂപ്പിലും പെടാതെ. ഇപ്പോൾ ഗ്രൂപ്പിൽ പെട്ട് കളിക്കുകയാണ് അനുമോള്. അങ്ങനെയും എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ.